ശീഘ്രം വെളിയിൽ മൃതനുദ്ധാനം ചെയ്തു മുതം ഓവത് കണ്ടായുധന്മാർ ജീവപ്രദനെ ഗീതത്താൽ പാടി. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യ ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. അതിപരിശുദ്ധമായ ഒരു പെരുന്നാളിലേക്ക് നമ്മൾ സമീപിക്കുകയാണ്. കർത്താതി കർത്താവും രാജാധി രാജാവുമായവനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളിക്കുകയാണ്. അവിടെ ഒരു പുതിയ യെരൂശലേമുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 10-ാം വാക്യത്തിൽ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. പുതിയ യെരൂശലേമിൻ്റെ സ്ഫടിക സ്വച്ഛത, ആ യെരൂശലേമിലേക്കാണ് കർത്താവ് എഴുന്നള്ളി വരുവാൻ പോകുന്നത്. ആ സ്ഫടിക സ്വച്ഛത എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പഠിക്കുവാൻ പോകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതിയ യെരൂശലേമുണ്ട്. ആ യെരൂശലേമിൽ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ ഔട്ടർ കവറിങ്ങാണ് നമ്മുടെ ശരീരം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന ഈ ദേവാലയത്തിൻ്റെ പ്രാകാരം, അതിനകത്ത് ദേഹിയുടെ മണ്ഡലം, അത് ശുദ്ധസ്ഥലമാണ്. ദേഹിയുടെ മണ്ഡലം ശുദ്ധസ്ഥലമായിട്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട മണ്ഡലമാണ്. അതിൽ അശുദ്ധി പ്രവേശിക്കാം. ദേഹിയിൽ തന്നെ പറുദീസയും പാതാളവും ഉണ്ടാവാം. കർത്താവാം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സൽപ്രവൃത്തികളാകുന്ന ഫലം പുറപ്പെടുവിച്ച് ദൈവാരാധനയിൽ നിലനിന്നുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന കാലമെല്ലാം പറുദീസയിലും, അശുദ്ധിയിൽ അതിൻ്റെ വ്യാപാര മണ്ഡലത്തിലും, പാപത്തിൽ വീണു പോകുമ്പോഴും പാപത്തിൽ തന്നെ ജീവിച്ചു പോയാലും അത് പാതാളാവസ്ഥയുമാണ്. ആ പാതാളാവസ്ഥയിൽ നിന്ന് പറുദീസയിലേക്കൊരു പ്രവേശനമുണ്ട്. കള്ളൻ പാതാളത്തിലായിരുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, ഇന്ന് നീ പറുദീസയിലിരിക്കും. ഇന്ന്, റൈറ്റ് അറ്റ് ദിസ് മൂമെൻറ്റ്, യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. അതിനർത്ഥം എന്താണ്? പാതാളക്കുഴിയിൽ കിടന്നാലും പറുദീസയിലേക്ക് ഒരു വഴിയുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ പറുദീസയിലായിരിക്കുന്ന എല്ലാവരും സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നില്ലെങ്കിൽ പാതാളത്തിലേക്ക് വീണും പോകും. അതുകൊണ്ടാണ് കർത്താവ് ഉറങ്ങുന്ന ശിഷ്യന്മാരോട് പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊള്ളുവീൻ. ബുദ്ധിയുള്ള കന്യകമാരോട് അവരെ ബുദ്ധിയുള്ളവർ എന്ന് വിളിക്കുവാൻ കാരണം അവർ എണ്ണ സൂക്ഷിച്ചു കൊണ്ടതിനാലാണ്. എണ്ണ പരിശുദ്ധാത്മാവാണ്. ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സൂക്ഷിച്ചു കൊണ്ടെന്നാൽ, നിലനിർത്തിക്കൊണ്ട് പോയാൽ പറുദീസയിലെ വാസസ്ഥലത്തിൽ നിലനിന്നു പോകുവാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ പാതാളത്തിലേക്ക് വീഴും. അതുകൊണ്ട് പറുദീസയിൽ നിന്ന് പാതാളത്തിലേക്ക് വീണും പോകാം, പാതാളത്തിൽ നിന്ന് പറുദീസയിലേക്ക് കർത്താവ് പിടിച്ച് കയറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് വാങ്ങിപ്പോയ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം അവരുടെ ആത്മാക്കൾ ഈ ജീവിതകാലത്ത് എന്തെങ്കിലും പാപാവസ്ഥയിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ നിൻ്റെ രണ്ടാമത്തെ വരവിൽ അവരോട് ക്ഷമിച്ച് ആ പാതാളത്തിൽ നിന്ന് അവരെ പറുദീസയിലേക്ക് കയറ്റണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മളെല്ലാ ആരാധനയിലും നടത്തുന്നത്. അതുപോലെ തന്നെ, ദൈവമേ, നിന്നെ ആരാധിച്ചുകൊണ്ട് വിശ്വാസം നിലനിന്ന് പറുദീസയിൽ നിന്ന് പാതാളത്തിലേക്ക് ഞങ്ങൾ വീണുപോകാതിരിപ്പാൻ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ എന്നുള്ള പ്രാർത്ഥനയും പിതാക്കന്മാർ നടത്തുന്നു. അങ്ങനെ കർത്താവെ എന്നോട് കരുണ തോന്നണമേ എന്ന് നെടുമ്പാടെ വീണുകൊണ്ട് എപ്പോഴും ദൈവസന്നിധിയിൽ ആയിരുന്നാൽ അവൻ പറുദീസയുടെ സന്തോഷം നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിതാക്കന്മാർ അതിശ്രദ്ധാലുക്കളായി
40-ാം വെള്ളിയാഴ്ചയ്ക്കും ഓശാനയ്ക്കും ഇടയ്ക്ക് ലാസറിൻ്റെ ഉയർപ്പിനെ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ ബോധപൂർവവും സൂക്ഷ്മതയോടുകൂടിയുമാണ്. അതിൻ്റെ മർമ്മം എന്താണ്? എന്തിനാണ് പിതാക്കന്മാർ ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന ഈ ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവ് കാണിച്ചു തന്ന ഈ അത്ഭുതം ഓശാനയ്ക്കും 40-ാം വെള്ളിയാഴ്ചയ്ക്കും ഇടയ്ക്ക് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് അവരുടെ പ്രാർത്ഥനയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ആരാണ് ഓശാന പാടേണ്ടത്? പള്ളിയിൽ പോയി കുരുത്തോലകൾ പിടിച്ച് ആർക്കാണ് ഓശാന പാടേണ്ടത്? ആരാണ് പാടേണ്ടത്? ആരാണ് പാടേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസറിൻ്റെ ഉയർപ്പിൻ്റെ ആഴ്ചയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വെറുതെ വാഗൊണ്ട് ഓശാന പാടിയാൽ അത് സ്വർഗത്തിൽ എത്തണം എന്നില്ല. ദാവീദിൻ്റെ പുത്രന് ഉയരങ്ങളിൽ ഓശാന എന്നാണ് പാടുന്നത്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണമേ എന്നാണ്. ലോർഡ് സേവ് അസ്. ഉയരങ്ങളിൽ ഓശാന. ലോർഡ്, കർത്താവെ. യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനല്ലാതെ കർത്താവ് എന്ന് വിളിക്കുവാൻ ആർക്ക് സാധ്യമല്ല. ലോർഡ് സേവ് അസ്. ഉയരങ്ങളിൽ ഓശാന. അപ്പോൾ ഓശാന അർപ്പിക്കേണ്ടത് ഉയരങ്ങളിലാണ്. നമ്മളുടെ ദേഹിയുടെ മണ്ഡലം, അതായത് ശുദ്ധസ്ഥലം. പ്രാകാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും നമ്മളുടെ ശുദ്ധസ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ വിചാര ബോധമണ്ഡലങ്ങളാണ്. അവിടേക്ക് അശുദ്ധി പ്രവേശിക്കാം. ആ അശുദ്ധി പ്രവേശിക്കാതെ 40 ദിവസം പടികൾ കയറി ഗോകുൽത്തായുടെ കുന്നിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു. ഈ കുന്നിൽ എത്തിപ്പെടാത്തവർ കർത്താവിനോട് നിലവിളിച്ച് ചേറ്റിൽ നിന്നും എന്നെ കയറ്റി എന്നെ താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കണം. അവൻ പെരുവെള്ളത്തിൽ നിന്നും എന്നെ വലിച്ചെടുത്തു. അങ്ങനെ പടികളിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ കരകയറുവാൻ വേണ്ടി കർത്താവിലേക്ക് കൈമലർത്തി കൈ നീട്ടിക്കൊടുക്കുക. കർത്താവ് വലിച്ച് ഗോകുൽത്തായിൽ കൊണ്ടെത്തിക്കും. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോട് പങ്കാളികളാകുവാനും അവൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ സാമീപ്യം അല്ലെങ്കിൽ സായുജ്യം അടയുവാനും ഈ കഷ്ടാനുഭവത്തിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. എന്നാൽ അതിനു മുമ്പായി ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന ഈ ശുശ്രൂഷ എന്തിനാണ് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്? ഓശാന പാടേണ്ടത് ശുദ്ധിയുള്ള ദേഹി കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് വിശുദ്ധിയുടെ ആന്തരിക ഊശാനകളാൽ ഞങ്ങൾ നിന്നെ കൊമ്പുകളാൽ എതിരേൽക്കുമാറാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഊശാന അണയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ദേഹിയുടെ മണ്ഡലം ഉയരങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കണം. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ദേഹി ഒന്നുകിൽ യേശുവിൻ്റെ കയ്യിലിരിക്കും, അല്ലെങ്കിൽ പിശാചിൻ്റെ കയ്യിലിരിക്കും. പിശാചിൻ്റെ കയ്യിലാണ് നമ്മുടെ ദേഹിയുടെ മണ്ഡലമെങ്കിൽ നമുക്ക് പാതാളത്തിൻ്റെ അവസ്ഥയുണ്ട് എന്നർത്ഥം. യേശുവിൻ്റെ കയ്യിലാണ് ദേഹിയെങ്കിൽ നമ്മൾ നക്ഷത്ര ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് യോഹന്നാൻ ശ്ലീഹ കാണുന്നത്. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ കണ്ട ആ പുതിയ യെരുശലേം, അതിന് സ്ഫടിക സ്വച്ഛതയുണ്ട്, അതിന് ഒരു ജ്യോതിസുണ്ട്. അത് സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ പ്രകാശിക്കുന്നതായിരുന്നു. ഏത്? ഈ സ്വർഗീയ യെരുശലേം. ഈ സ്വർഗീയ യെരുശലേം നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ദേഹിയുടെ മണ്ഡലമാണ്. ഇനിയും അതിന് അതിവിശുദ്ധ സ്ഥലമുണ്ട്, അവിടെയാണ് പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് പിതാക്കന്മാരുടെ അതിമനോഹരമായ ഇന്നത്തെ ഒരു ശുശ്രൂഷയുണ്ട്. ഈ വിശുദ്ധമായ ജ്യോതിസുള്ള ദേഹിയുടെ മണ്ഡലമാണ് കർത്താവിന് ഓശാന പാടേണ്ടത്. ആ ഓശാന മാത്രമേ അവിടെ സ്വീകാര്യമാകുകയുള്ളൂ. പാതാളത്തിലെ ദേഹിയുടെ മണ്ഡലത്തെ കർത്താവ് ചാട്ടവാറെടുത്ത് അടിക്കും. ആ അടി കൊള്ളുവാൻ നമ്മൾ തയ്യാറാവുകയും വേണം.
നമ്മൾ ചെയ്തു പോയ തിന്മകളും കർത്താവിനെതിരെ, പരിശുദ്ധാത്മാവിനെതിരെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെയും പ്രതി കുറച്ചടി കൊണ്ടാലും പൗലോസ്ലീഹ പറയുന്നത് പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു. എബ്രായ ലേഖനത്തിലുണ്ട്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ, അപ്പനല്ലേ എന്നെ ശിക്ഷിക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി അതിനെ സ്വീകരിച്ച് എങ്ങനെയെങ്കിലും കർത്താവെ, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഓശാന ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കത്തക്കവണ്ണം നമ്മുടെ ദേഹിയുടെ മണ്ഡലങ്ങളെ ഉയരത്തിലേക്ക് കയറിയേറ്റുവാനായിട്ട് പ്രാർത്ഥിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. നമ്മൾ ക്രിസ്തുവിനോടുകൂടെയാണ് ഉയർത്തെഴുന്നേറ്റത്. ആണോ? എപ്പോഴാണ്? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിലുണ്ട്: സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ സ്നാനത്തിൽ നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയുന്നുണ്ട്, ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എവിടെ ഇരിക്കണം? ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ ഇരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. അവിടെ നിന്നുകൊണ്ടേ ആരാധിക്കുവാൻ പറ്റത്തുള്ളൂ. ഭൂമിയിൽ നിന്നുകൊണ്ടുള്ള ആരാധന ജഡീക ആരാധനയാണ്. അശുദ്ധമായതും കൊണ്ട്, അല്ലെങ്കിൽ അശുദ്ധമായ ഒരു ദേഹിയുടെ മണ്ഡലം കൊണ്ട് പാപവും അശുദ്ധിയും ചെയ്തിട്ട് ഓശാന പാടാൻ വന്നാൽ ആ ഓശാന കർത്താവ് സ്വീകരിക്കുകയില്ല. ചാട്ടവാറെടുത്ത് അതിനെ വെളിയിൽ കളയും. അതുകൊണ്ട് ഇത്രയും നാളും നമ്മൾ അനുഷ്ഠിച്ച നോയമ്പിൻ്റെ അനുഷ്ഠാനത്താലും കർത്താവിൻ്റെ നോമ്പിനോട് ചേർത്തുള്ള അതിൻ്റെ വിശുദ്ധീകരണത്താലും കർത്താവെ, ഞങ്ങളുടെ പാതാളത്തിലുള്ള ദേഹികളെ ഉയർപ്പിച്ച് നിൻ്റെ ഉള്ളിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിലുണ്ട്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. 3-ാം വാക്യം: നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ച് എന്നാണ് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ മരിച്ചത്? സ്നാനത്തിൽ നമ്മൾ അവനോടുകൂടെ മരിച്ചു, എന്നിട്ട് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ ദേഹിയുടെ മണ്ഡലം എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിലാണ്. പിന്നീട് ലോക വ്യവഹാരങ്ങളിലൊക്കെ പെട്ടുപോയി നമ്മുടെ ദേഹിയുടെ മണ്ഡലം ക്രിസ്തുവിൽ നിന്ന് പാതാളത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പാതാളത്തിൽ കിടക്കുന്ന ദേഹിയെല്ലാം ക്രിസ്തുവിൽ ആക്കണം. അതിനുവേണ്ടിയാണ് ഈ 40 ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിച്ച് കർത്താവിനോട് ചേർന്ന് നോമ്പ് ആചരിച്ചത്. 40-ാം വെള്ളിയാഴ്ച അത് പൂർത്തീകരിച്ചു. ഇപ്പോൾ ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പാപാവസ്ഥയിൽ കിടക്കുന്ന ദേഹികളെല്ലാം ചത്ത ദേഹികളാണ്. അത് വെച്ച് ഓശാന പാടുവാൻ പറ്റില്ല. ആ ദേഹിക്ക് ഓശാന പാടുവാനുള്ള ജീവനില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ് വന്നത്. നമ്മുടെ ദേഹി ഉച്ചത്തിൽ സമൃദ്ധിയിൽ ഓശാന പാടണമെന്നുണ്ടെങ്കിൽ ഈ ചത്ത് കിടക്കുന്ന ദേഹികൾ ഉയർത്തെഴുന്നേൽക്കണം. ലാസറെ പുറത്തു വരിക എന്നുള്ള ശബ്ദം നമ്മുടെ ദേഹിയോടാണ്. നമ്മുടെ ഉള്ളിൽ ചത്ത് കിടക്കുന്ന ലാസറസുകളുണ്ട്. ചത്ത് കിടക്കുന്ന ദേഹികൾ ലാസറുമാരാണ്. ആ ലാസറിനോട് കർത്താവ് പറയുന്നു, പുറത്തേക്ക് വരിക, ലാസറെ പുറത്തേക്ക് വരിക. ആ ശബ്ദം കേൾക്കണം. ആ ശബ്ദം കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പിതാക്കന്മാർ ഇന്നത്തെ ദിവസം ക്രമീകരിച്ചിരിക്കുന്നത്. ശനിയാഴ്ച പ്രഭാതത്തിൽ പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ്: ജീവിതാന്ത്യത്തിൽ മരണം പ്രാപിച്ച ഇഷ്ടനായ ലാസറിനെ ചീഞ്ഞ് 4 ദിവസം കഴിഞ്ഞ ശേഷം ജീവനുള്ള തൻ്റെ ശബ്ദത്താൽ കബറിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് പാതാളക്കുഴിയിൽ നിന്ന് കരയേറ്റുകയും
തന്മൂലം ലോകത്തിന് പുതിയ ജീവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, തൻ്റെ ശബ്ദത്താൽ കബറിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് പാതാളക്കുഴിയിൽ നിന്ന് കരയേറ്റുകയും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, അതാണ് ശബ്ദം, അത് രാവിലെയും വൈകിട്ടും ധ്യാനിക്കുന്നവന് അവൻ്റെ ദേഹി മരിക്കില്ല. കാരണം അവൻ ഈ ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ ഇത് രാവും പകലും ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം, അങ്ങനെയെങ്കിൽ നീ കൃതാർത്ഥനാകും എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്താൽ പുതിയ ജീവൻ നമ്മളിലേക്ക് വരികയാണ്. ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന ദേഹി ഒരു മരിച്ച ലാസറാണ്. അതിനോട് കർത്താവ് ആജ്ഞാപിക്കുകയാണ് പുറത്തേക്ക് വരിക. കാരണം ഈ ദേഹി വേണം, ഈ ബോധവിചാര മണ്ഡലം വേണം കർത്താവിന് ഓശാന പാടുവാൻ. എങ്കിലേ പരിശുദ്ധാത്മാ നിറവ് ഓശാനയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ ദേഹിയിൽ നിന്നാണ് ശരീരത്തിലേക്ക് ആ നിറവ് വ്യാപിക്കുന്നത്. ശരീരത്തിൽ പോലും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് അനുഭവപ്പെടണം. അതിനാണ് കുരുത്തോല പിടിച്ച് പാടുന്നത്. ആ കുരുത്തോല എവിടെ നിന്ന് കിട്ടി? ജീവവൃക്ഷത്തിൽ നിന്നാണ് കിട്ടിയത്. ചത്ത് കിടക്കുന്ന ദേഹി വരൾച്ചയുള്ളതാണ്. വരൾച്ചയുള്ള ദേഹിയിൽ ജീവവൃക്ഷം വളരില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദത്താൽ ഈ ദേഹിയെ ജീവിപ്പിക്കുകയും മാമോദീസായിൽ നട്ടപ്പെട്ട ജീവവൃക്ഷത്തെ വളർത്തുകയും വേണം. നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ ജീവവൃക്ഷം കരിഞ്ഞിരിക്കുകയാണെങ്കിൽ വേദനിക്കേണ്ട. അഹ്റോൻ്റെ വടിയെ ഒറ്റ രാത്രി കൊണ്ട് തളർപ്പിച്ച കർത്താവിനോട് പഴയ നിയമത്തിൽ നീ അങ്ങനെ ചെയ്തുവെങ്കിൽ പുതിയ നിയമത്തിൽ നിനക്ക് എന്തുമാത്രം അതിന് ശക്തിയുണ്ട്. ആട്ടുകൊറ്റന്മാരുടെ രക്തവും മലിനമാക്കപ്പെട്ടവർമേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, അതായത് പഴയ നിയമത്തിൽ ഈ ശുശ്രൂഷകൾ, അതായത് യാഗങ്ങളെല്ലാം ജഡീകമായ ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കുഞ്ഞാടിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കുമെന്നാണ്. അതുകൊണ്ട് പാപം ചെയ്തു പോയി, ദേഹി ചത്തുപോയി എങ്കിൽ വിഷമിക്കേണ്ട. അതിനെ ഉയർപ്പിക്കാൻ ശക്തനായവൻ വചനത്താൽ നമ്മുടെ മുമ്പിലുണ്ട്. അവൻ്റെ വചനം നമ്മുടെ ദേഹിയെ ഉയർപ്പിക്കും. ലാസറെ പുറത്തു വരിക. അതുകൊണ്ട് ഓശാന പെരുന്നാളിന് മുമ്പ് ഈ ദിവസം കൃത്യമായ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് ചത്ത ദേഹികളെ ഉയർപ്പിച്ചിട്ട് വേണം ഓശാനയ്ക്ക് നിൽക്കാൻ. വെറുതെ ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന പോലെ ജഡീകമായി ആരാധന സമർപ്പിക്കുവാൻ നമ്മൾ പോകരുതേ. നമ്മൾ കർത്താവിനോട് അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കണം. ഒറ്റ രാത്രി മതി. ഒറ്റ രാത്രി കൊണ്ട് അഹ്റോൻ്റെ വടി തളർത്തതാണ്. ഈ ലാസറിൻ്റെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ചത്ത ദേഹികളെല്ലാം ഉയർപ്പിച്ച് ആ ഉയർത്ത ദേഹിയുമായിട്ട് കർത്താവിന് ഓശാന പാടണം. എന്നിട്ട് പിതാക്കന്മാർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ഇപ്പോൾ പാപത്തിൽ മരിച്ചിരിക്കുന്ന ഞങ്ങളുടെ ആത്മാക്കളെ പശ്ചാത്താപത്താലും നിൻ്റെ സന്നിധിയിലേക്കുള്ള മാനസാന്തരത്താലും ഉയർപ്പിക്കണമേ. കണ്ടോ, ഇതാണ് പ്രാർത്ഥന. ഇത്രയും നേരവും നമ്മൾ പറഞ്ഞതിൻ്റെ സാരാംശമാണ് ഈ പ്രാർത്ഥന. ഒന്നും കൂടെ പ്രാർത്ഥന വായിക്കാം. മരണം പ്രാപിച്ച ഇഷ്ടനായ ലാസറിനെ ചീഞ്ഞ് 4 ദിവസം കഴിഞ്ഞ ശേഷം ജീവനുള്ള തൻ്റെ ശബ്ദത്താൽ കബറിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് പാതാളക്കുഴിയിൽ നിന്ന് കരയേറ്റുകയും തന്മൂലം ലോകത്തിന് പുതിയ ജീവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, ഇപ്പോൾ പാപത്തിൽ മരിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദേഹികളെ പശ്ചാത്താപത്താലും നിൻ്റെ സന്നിധിയിലേക്കുള്ള മാനസാന്തരത്താലും ഉയർപ്പിക്കണമേ. ഇതിനാണ് ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. എന്നോ നടന്ന ഒരു സംഭവത്തെ ഓർക്കുവാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ചത്തിരിക്കുന്ന ലാസർ എന്ന ദേഹിയെ തൻ്റെ വചനത്താൽ ഉയർപ്പിക്കണമേ എന്ന് നിലവിളിച്ച് അപേക്ഷിച്ചിട്ട് ആ ഉയർത്തെഴുന്നേറ്റ ദേഹികൾ നക്ഷത്ര ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും എന്ന് വചനമുണ്ട്. നമ്മൾ ആദ്യം ഒരു വചനം വായിച്ചു. പുതിയ യെരുശലേം സ്ഫടിക സ്വച്ഛതയോട് കൂടിയതും ദൈവ തേജസ് നിറഞ്ഞതും അതിൻ്റെ ജ്യോതിസ് വിലയേറിയ രത്നത്തിനൊത്തമുള്ള സൂര്യകാന്തം പോലെയും ആയിരിക്കുന്നു. ഈ ജ്യോതിസ് എവിടെ നിന്നാണ് വന്നത്?
പുതിയ യെരൂശലേം നമ്മുടെ ദേഹിയുടെ മണ്ഡലമാണ്. അത് സ്ഫടിക സ്വച്ഛതയുള്ളതും ജ്യോതിസ് നിറഞ്ഞതുമാകണമെങ്കിൽ ആ ദേഹിയുടെ മണ്ഡലം നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി മറഞ്ഞിരിക്കണം. കർത്താവിൻ്റെ ശബ്ദം കേട്ട ദേഹി ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുമ്പോൾ ആ ദേഹിയാണ് നക്ഷത്ര ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ വളരെ സുബോധമുള്ളവരായിരിക്കണം. നമ്മൾ ദിവസേന മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 31-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ദേഹി ആരുടെ കയ്യിലാണ് പോകുന്നത്? അതുകൊണ്ടാണ് കിടക്കുന്നതിന് മുമ്പ് ആ കാര്യം ഉറപ്പുവരുത്തിയിട്ടേ നമ്മൾ ഉറങ്ങാവൂ. അപ്പോൾ നമുക്ക് ശാന്തമായ ഉറക്കവും കിട്ടും. കർത്താവിൻ്റെ കയ്യിലാണ് എൻ്റെ ഇന്നത്തെ ദേഹി, പിശാചിൻ്റെ പിടിയിലല്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടെ നമ്മൾ കിടന്നാൽ രാത്രിയിൽ 91-ാം സങ്കീർത്തനത്തിൻ്റെ എല്ലാ കവചവും എല്ലാ സംരക്ഷണയും കിട്ടും. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവനായി മാറും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഈ തേജസ് നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ നമ്മൾ പ്രാപിച്ച് നേടേണ്ടതാണ്. അത് പ്രാപിച്ച് നേടേണ്ടത് കർത്താവ് തരുന്നതിനെ സ്വീകരിക്കുവാനായിട്ട് യേശുവിൽ മറഞ്ഞിരിക്കുന്നതാണ്. ഇതാണ് ലാസറിൻ്റെ ശനിയാഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അതായത് നമുക്ക് ഒരു പുതിയ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പുണ്ട്. ഈ ശരീരം അഴുകിപ്പോകേണ്ടതാണ്. ഈ മന്ദിരം മണ്ണിനോട് ചേരും. പക്ഷേ ദേഹിയിലെ ജ്യോതിസിൻ്റെ ബലത്താൽ കർത്താവ് നമുക്ക് പുതുമയുള്ള ജ്യോതിസുള്ള ഒരു ശരീരം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം നമുക്കും കർത്താവ് തരുവാൻ വേണ്ടി തയ്യാറാകുവാൻ ലാസറെ പുറത്തു വരിക എന്നുള്ള ഇമ്പകരമായ ആ ശബ്ദം ദിനം പ്രതി നമ്മുടെ ദേഹിയിന്മേൽ നമ്മൾ കേൾക്കത്തക്കവണ്ണം ദേഹിയെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കണം. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം ഉയരങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കണം. ഫിലിപ്പിയർ 3:21 അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, അതാരാണ്? പരിശുദ്ധാത്മാവാണ്, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അത് കൊരിന്ത്യർ 3:17 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിപ്പോയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. അതുകൊണ്ട് കർത്താവ് ഈ ലാസറിനെ ഉയർപ്പിച്ചതിൻ്റെ മറ്റൊരു കാര്യം, താനും ഇതുപോലെ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഈ ജനം വിശ്വസിക്കേണ്ടതിനാണ്. ജനം വിശ്വസിക്കുവാനാണ്. ഈ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഈ പ്രാർത്ഥനയൊന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുവാനുണ്ട്. പക്ഷേ നമുക്കതിനുള്ള സമയപരിമിതി ഉണ്ട്. അതുകൊണ്ട് മാത്രം ഇത് അവസാനിപ്പിക്കുകയാണ്. പിതാക്കന്മാർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: ആദാമിൻ്റെ സൃഷ്ടാവേ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പുറപ്പെട്ട് 4 കൈവഴികളായി പിരിഞ്ഞ് ഭൂലോകത്തെ മുഴുവനും നനയ്ക്കുന്ന മഹാനദിയെ ഒഴുക്കുന്നവനേ. ഏദൻ തോട്ടത്തിൽ 4 നദികൾ ഒഴുക്കിക്കൊടുത്തു. പക്ഷേ ആ 4 നദികൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. സൃഷ്ടിയെ മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് നിറയ്ക്കുന്ന ആ മഹാനദിയെ സൂചിപ്പിക്കുന്നതായിരുന്നു ഈ നദികൾ. 46-ാം സങ്കീർത്തനത്തിൽ ഒരു നദിയുണ്ട്. അത് ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ആ ദൈവനഗരം യെരൂശലേമാണ്, നമ്മുടെ ഉള്ളിലുള്ള യെരൂശലേമാണ്. അതിനെ സന്തോഷിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ നദിയാണ്. ആ നദി പിന്നീട് കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ടു
എന്നും നമ്മൾ പഠിക്കുന്നു. അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: സമയങ്ങളെ ക്രമീകരിക്കുന്ന നീ നിശ്ചിത കാലത്ത് കാലവ്യത്യാസം കൂടാതെ പരിമിത കാലത്തിന് അധീനനായി കാണപ്പെട്ടു. അതായത് കർത്താവ് ഈ കാലത്തിലേക്ക് പരിമിതനായി ഇറങ്ങി വന്നു. താഴേക്ക് വരുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ച സംഭവം പിതാക്കന്മാർ പ്രാർത്ഥനയിലൂടെ വർണ്ണിക്കുന്നത് അതിമനോഹരമാണ്. അതുകൊണ്ട് ആ ഭാഗം മാത്രം ഒന്ന് വായിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. നിന്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തിൻ്റെ സമയം സമീപിച്ചപ്പോൾ നിന്റെ ഇഷ്ടനായ ലാസർ നിദ്ര പ്രാപിച്ചു എന്ന് നിന്റെ ശിഷ്യന്മാരോട് നീ പറഞ്ഞു. അവരാകട്ടെ അവൻ നിദ്ര പ്രാപിച്ചുവെങ്കിൽ ഉണരും എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ലാസർ മരിച്ചു എന്നും നിങ്ങൾ വിശ്വസിപ്പാൻ നിങ്ങളെ പ്രതി ഞാൻ അവിടെ ഇല്ലാതിരുന്നതിനാൽ സന്തോഷിക്കുന്നു, വരുവീൻ നമുക്ക് അങ്ങോട്ട് പോകാം എന്നും നീ അവരോട് തെളിച്ചു പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഈ സംഭവം പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് വായിക്കണം. എന്നാൽ ബഥാനിയയിലേക്ക് നീ വന്നപ്പോൾ മാർത്ത പുറപ്പെട്ടു വന്ന് കരഞ്ഞുകൊണ്ട് നീ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തു. നീ ആകട്ടെ ഒടുക്കത്തെ നാളിൽ അവൻ ജീവിക്കുമെന്ന് പറഞ്ഞു. മാർത്ത പറഞ്ഞു, ശരിയാണ്, ഒടുക്കത്തെ നാളിൽ ജീവിക്കും. അപ്പോൾ കർത്താവ് വീണ്ടും പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഒന്നും മനസ്സിലാകാതെ മാർത്ത മറിയയുടെ അടുക്കിലേക്ക് ഓടി. മറിയയെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവൾ ആദ്യം കാൽപാദത്തിൽ വീണു. ഒരു ആരാധകയുടെ ലക്ഷണമാണ്. ദേഹി നക്ഷത്ര ജ്യോതിഷികളെ പോലെ പ്രകാശിച്ചിരുന്ന മറിയയ്ക്ക് ആദ്യം കർത്താവിൻ്റെ കാൽപാദത്തിൽ വീഴുവാനാണ് തോന്നിയത്. കാരണം അവൾ വചനത്തെ സ്നേഹിച്ചിരുന്നു. കർത്താവിൻ്റെ കാൽപാദത്തിലിരുന്ന് വചനം പഠിച്ചിരുന്നു. ആ വചനത്തിൻ്റെ ശബ്ദത്താൽ അവളുടെ ഉള്ളിലെ ദേഹി നക്ഷത്ര ജ്യോതിഷികളെ പോലെ പ്രകാശിച്ചിരുന്നു. എന്നാൽ മാർത്തയുടെ ഉള്ളിലെ മുഴുവൻ ദേഹിയും അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് അവൾ പല പല കാര്യങ്ങളെ ചൊല്ലി വ്യാകുലപ്പെട്ടിരുന്നു. ആ വ്യാകുലപ്പെട്ടിരിക്കുന്ന ദേഹികളെല്ലാം ഉയർത്തെഴുന്നേറ്റ് നക്ഷത്ര ജ്യോതിസുകളെ പോലെ പ്രകാശിക്കത്തക്കവണ്ണം യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് പ്രാർത്ഥനയിൽ കൂടി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഓശാന പാടേണ്ട ദേഹികൾ കർത്താവിൽ മറഞ്ഞ് നക്ഷത്ര ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അതിന് ഇന്നത്തെ ദിവസം വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയിൽ അവർ വീണ്ടും ഇപ്രകാരം പറയുകയാണ്: നീയാകട്ടെ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് അവളോട് മറുപടി അരുളി. അന്ത്യനാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് എനിക്കറിയാമെന്ന് അവൾ മറുപടി പറഞ്ഞു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, നീ ഇത് വിശ്വസിക്കുന്നു എന്ന് അവളോട് അരുളി ചെയ്തു. ജീവനുള്ള ദൈവത്തിനായ മശിയ അങ്ങാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൾ പറഞ്ഞിട്ട് ചെന്ന് സഹോദരിയെ വിളിച്ചു. മറിയയാകട്ടെ ഇത് കേട്ട് വന്ന് കരഞ്ഞുകൊണ്ട് നിന്റെ പാദത്തിങ്കൽ വീണു. അവൾ കരയുന്നതും അവളോടൊന്നിച്ചു വന്ന യഹൂദന്മാർ നിലവിളി കൂട്ടുന്നതും കണ്ട് നീ ഹൃദയം കലങ്ങിക്കരഞ്ഞ് കണ്ണീരൊഴുക്കി. യേശു കണ്ണുനീർ വാർത്തു എന്ന് യോഹന്നാൻ ശ്ലീഹ സാക്ഷിക്കുന്നുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യമായിട്ട് അത് പറയുന്നതെങ്കിലും ആ വാക്യത്തിൻ്റെ സാരാംശം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. യേശു എന്തിനാണ് കണ്ണുനീർ വാർത്തത്? യേശുവിന് അറിയാമായിരുന്നില്ലേ ലാസർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത്? പിന്നെ കർത്താവ് എന്തിനാണ് കരഞ്ഞത്? അതൊരു ചോദ്യചിഹ്നമാണ്. അതിന് ഉത്തരം പിതാക്കന്മാർ പ്രാർത്ഥനയിൽ കൂടി തരുന്നുണ്ട്. ഇപ്രകാരം അവർ പ്രാർത്ഥിച്ച് മറുപടി പറയുന്നു: മറിയാമാകട്ടെ ഇത് കേട്ടുവന്ന് കരഞ്ഞുകൊണ്ട് നിന്റെ പാദത്തിങ്കിൽ വീണു. അവൾ കരയുന്നതും അവളോടൊന്നിച്ചു വന്ന യഹൂദന്മാർ നിലവിളി കൂട്ടുന്നതും കണ്ട് നീ ഹൃദയം കലങ്ങിക്കരഞ്ഞ് കണ്ണുനീരൊഴുക്കി. ഉയർപ്പിപ്പാനിരുന്നതിനാൽ ലാസറിനെ പ്രതി അല്ല നീ കരഞ്ഞത്, പിന്നെയോ നശിച്ച് ജീർണാശിഷ്ടമായി മരണത്തിനും സാത്താനും ഇരയായി തീർന്ന മനുഷ്യകുലത്തെ പ്രതിയായിരുന്നു നീ കരഞ്ഞത്. ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്ന നീ ഒന്നും അറിയാത്തവനെ പോലെ അവനെ നിങ്ങൾ എവിടെ വെച്ചു എന്ന് ചോദിച്ചു. കർത്താവിനെല്ലാം അറിയാം. യോഹന്നാൻ 6:6 അവൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അവൻ മുന്നമേ അറിഞ്ഞിരുന്നു. എല്ലാം അറിയാവുന്നവനായ അവൻ ഒന്നും അറിയാത്തവനെ പോലെ ചോദിക്കുകയാണ്, അവനെ എവിടെയാണ് വെച്ചത്? കബറിനടുക്കിലേക്ക് നീ എഴുന്നള്ളി അതിൻ്റെ വാതിക്കൽ ഒരു കല്ല് വെച്ചിരുന്നു. കല്ല് നീക്കിക്കളയുവാൻ അവരോട് കൽപ്പിച്ചു. ഒരു കല്ല് നമ്മുടെ മുമ്പിലുണ്ട്, ഒരു പ്രതിബന്ധം. അതായത് ചത്തിരിക്കുന്ന ദേഹികളെ ഉയർപ്പിക്കുവാൻ നമുക്കത്ര എളുപ്പം
നമ്മുടെ ജഡം സമ്മതിക്കത്തില്ല. ജഡത്തിന് ഈ അശുദ്ധിയോട് താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്. അശുദ്ധിയിൽ ജീവിക്കുന്നവർ ഈ കല്ലിന് പിന്നിലാണ്. അത് മാറ്റുവാനുള്ള ഒരു ക്രമീകരണം നമ്മൾ തന്നെ ചെയ്യണം. യേശു അവരോടാണ് പറഞ്ഞത് കല്ലുരുട്ടി മാറ്റാൻ, അല്ല കല്ല് മാറട്ടെ എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടില്ല. അശുദ്ധിയോടുള്ള ഇഷ്ടം ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ ജനങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് വഴിപ്പെട്ടു പോയാൽ അതിൻ്റെ കെണിയിൽപ്പെടുകയും അതിന് അടിമപ്പെടുകയും ചെയ്യും. അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കല്ലെടുത്ത് മാറ്റണം. അശുദ്ധിയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാകണം. വെളിച്ചം നമ്മളിലേക്ക് വരണം. അതിനായിട്ട് വചനത്തെ ശ്രദ്ധിക്കുവാനുള്ള ആഗ്രഹം ബോധപൂർവം നമ്മുടെ ശരീരത്തെ നമ്മൾ ക്രമീകരിച്ച് വയ്ക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് വെളിയിൽ നിന്ന് അഴുകിയിരുന്ന നാറ്റം പിടിച്ചിരുന്ന ദേഹിയോട് കൽപ്പിക്കുകയാണ്, ദേഹിയെ പുറത്തു വരിക. കാരണം ദേഹിയുടെ മണ്ഡലം യേശുവിൻ്റേതാണ്, പിശാചിൻ്റേതല്ല. അതുകൊണ്ട് നമ്മുടെ ദേഹിയെ അവനായിട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ലാസറയെ പുറത്തു വരിക എന്ന് വിളിച്ചു പറഞ്ഞു. കൈകാലുകൾ ശീലകൾ കെട്ടപ്പെട്ടവനായി അവൻ പുറത്തു വന്നു. കെട്ടപ്പെട്ടവനായി അവൻ വരുന്നത് കണ്ടപ്പോൾ ജനസമൂഹം അത്ഭുതപ്പെട്ടു. അതുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് ഒരുമിച്ച് തലകളെ വണക്കി ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ആകയാൽ കാരുണ്യവാനായ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും അധർമ്മങ്ങളും മൂലമുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ നീ ഉയർപ്പിക്കണമേ. ഞങ്ങളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് തിരിപ്പിക്കണമേ. ഞങ്ങളെ ദയവായി സന്ദർശിക്കണമേ. കരുണയാൽ ഞങ്ങളെ നേടണമേ. നിൻ്റെ പരിശുദ്ധ സഭയെ കാത്തുകൊള്ളണമേ. അതിൻ്റെ പ്രജകളെ വാഴ്ത്തണമേ. ഞങ്ങളുടെ പാപത്താൽ വന്നുകൂടുന്ന കോപത്തെ നീ നീക്കിക്കളയണമേ. നിൻ്റെ മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും ഓർമ്മയെ വിസ്തൃതമാക്കണമേ. സത്യവിശ്വാസത്തോടെ നിൻ്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ നീ ഉയർപ്പിച്ച് അവരുടെ കുറ്റങ്ങളെ പരിഹരിക്കണമേ. പാപികളും ദരിദ്രന്മാരുമായ നിൻ്റെ ദാസരാകുന്ന ഞങ്ങൾക്ക് ക്രിസ്തീയമായ അവസാനവും സമാധാനമുള്ള മരണവും നൽകണമേ. നിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ ആശ്രയിക്കുന്ന സകല പാപികൾക്കും സദയം സഹായം നൽകണമേ. നീ മനുഷ്യസ്നേഹിയാകിയാൽ നിനക്ക് നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇന്നും എന്നാളും ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. ജീവധ്വനിയാൽ കർത്താവാഹ്വാനം ചെയ്തു, ലോവാസാരേ നീ വന്നാലും ശീഘ്രം വെളിയിൽ മൃതനുദ്ധാനം ചെയ്തു മുദം പോവത് കണ്ട